ഫ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് വലിയ തിരിച്ചടി നേരിട്ട ഒരു മഹാപ്രസ്ഥാനത്തിന്റെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഓഫീസിന് മുന്നിലാണ്. AKG സെന്റർ മുന്നിലാണ്. AKG സെന്ററിന്റെ പുതിയ മന്ദിരമാണ്. പരമ്പരാഗതമായ AKG സെന്റർ ഞങ്ങളുടെ ഇടതുവശത്താണ്. ഇത് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഒരു നേട്ടമായിട്ട് പിന്നീട് കൊട്ടുഘോഷിക്കപ്പെട്ട വലിയ പണച്ചെലവുള്ള ഒരു പ്രസ്ഥാനം. നല്ലതാണ്. കെട്ടിടങ്ങൾ ഒരുപാട് കെട്ടിപ്പോക്കുന്നത് എപ്പോഴും പ്രസ്ഥാനത്തിന് നല്ലതാണ്. പക്ഷെ അതിനപ്പുറം ജനങ്ങളുടെ മനോഭാവങ്ങളെ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടങ്ങളെ, ജനങ്ങളുടെ വികാരങ്ങളെ എല്ലാം കെട്ടിപ്പടുക്കാനുള്ള പാർട്ടിയുടെ ഒരു ഒരു അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയിൽ വലിയൊരു പരാജയം ഉണ്ടായി എന്നുള്ളൊരു തെളിവാണ് ഇപ്പോൾ കാണുന്ന തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ പരാജയം. 3 പതിറ്റാണ്ടിനിടയിൽ എന്ന് മാത്രമല്ല, ഒരു 50 വർഷത്തെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും CPM-ന്റെയും ഒക്കെ ചരിത്രം നോക്കുകയാണെങ്കിൽ നേരിട്ട ഏറ്റവും വലിയ പരാജയമാണ് ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേടിയിരിക്കുന്നത്, ഇടതുപക്ഷം നേടിയിരിക്കുന്നത്, അതിൽ പ്രത്യേകിച്ചും CPM. അതിന്റെ ചില കാരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഈ പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്, കേരളത്തിലുണ്ട്. നമ്മുടെ മുന്നിലുള്ള വലിയൊരു അനുഭവമുണ്ട്. 34 വർഷം ഭരിച്ച ബംഗാളിന്റെ ഏറ്റവും ദയനീയമായ സ്ഥിതി. ബംഗാളിൽ നിന്ന് പാർട്ടിയുടെ പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരുന്നവർ, ബ്രാഞ്ച് കമ്മിറ്റിയിലും മറ്റുമൊക്കെ ഇരുന്നവരൊക്കെ വന്ന് കേരളത്തിൽ പൊറോട്ട അടിക്കുകയും ചപ്പാത്തി അടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ പാർട്ടിയുടെ എന്താണ് പാർട്ടി, അല്ലെങ്കിൽ പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ പാർട്ടി ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത് എന്നുള്ളതെ സംബന്ധിച്ച അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് തെറ്റായ ഉത്തരം കണ്ടെത്തുന്ന ആളുകൾ പിന്നീട് വന്ന് നേതൃത്വത്തിന്റെ മുകളിൽ എത്തിയതിന്റെ ഫലമായിട്ടാണ് എന്ന് പറയേണ്ടി വരും. എന്നോടൊപ്പം ശ്രീ വി. അബ്ദുൽ മജീദ് ഉണ്ട്. മലബാറിന്റെ രാഷ്ട്രീയം സാഹൂതം നോക്കുന്ന ഒരാളാണ്. അദ്ദേഹവും ഇടതുപക്ഷക്കാരനാണ്. ഞാൻ ഉൾപ്പെടെ ഇടതുപക്ഷക്കാരനായിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിന് നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കേണ്ട കാര്യമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ അറിയാവുന്നവരാണ്. എന്താണ് ശ്രീ ഈ അബ്ദുൽ മജീദ്, പാർട്ടിക്ക് സംഭവിച്ചത് എന്ത് പറ്റി പാർട്ടിക്ക്? അത് സ്വാഭാവികമായിട്ട് തുടർച്ചയായിട്ട് അധികാരം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പാർട്ടിക്ക് സംഭവിച്ച ഞാൻ കാണുന്ന ഒരു വലിയ കാര്യം, ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങൾ ചോർന്നു പോകുകയും അതേസമയം കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള, അങ്ങനെയല്ല ഞാൻ പറയുന്നത്, സ്റ്റാലിനിസ്റ്റ് സ്വഭാവമുള്ള സംഘടന നിലനിൽക്കുകയും ചെയ്യാം. അതിലേക്ക് മൂലധന ശക്തികളുടെ രാഷ്ട്രീയം കടന്നു വരിക. അതായത് ജനപക്ഷ രാഷ്ട്രീയം ചോർന്നു പോവുക, അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ചോർന്നു പോവുക, അസ്ഥിത വർഗത്തിന്റെ രാഷ്ട്രീയം ചോർന്നു പോവുക. പകരം ഇങ്ങനെയുള്ള മുതലാളിത്ത സ്വഭാവമുള്ള മൂലധന ശക്തികളുടെ രാഷ്ട്രീയം കടന്നു വരിക, കോർപ്പറേറ്റ് സ്വഭാവമുള്ള പാർട്ടിയുടെ ഒരു രീതി വരിക. അപ്പോഴും ആ ലെനിനിസ്റ്റ് സ്റ്റാലിനിസ്റ്റ് സ്വഭാവമുള്ള സംഘടനാ സംവിധാനം നിലനിൽക്കുക. അതൊരു ഭീകരമായ അവസ്ഥയാണ്. ബംഗാൾ സംബന്ധിച്ചത് സൂക്ഷ്മമായിട്ട് അത് തന്നെയാണ്. കാരണം വൻകിട മുതലാളിമാരുടെ മൂലധന ശക്തികളെ കുടിയിരുത്താൻ വേണ്ടിയിട്ട് നന്ദിഗ്രാമം, അതുപോലെ സിംഗൂരും ഒക്കെ അടക്കമുള്ള സ്ഥലത്ത് സാധാരണ ജനത്തെ ഓടിച്ച് അവിടെ പാർട്ടി ഈ അധികാരവും, അതായത് പോലീസും പാർട്ടി ഗുണ്ടകളും ചേർന്നിട്ട് ഇവരെ അടിച്ചോടിക്കുക. അതിന്റെ തിരിച്ചടിയാണ് കിട്ടിയത്. ഇതുപോലെ കഴിഞ്ഞ 10 വർഷമായിട്ട് എന്ത് തന്നെ നമ്മൾ പറഞ്ഞാലും ഇടതുപക്ഷ മൂല്യങ്ങൾ വല്ലാതെ ചോർന്നു പോയിട്ടുണ്ട്. പിന്നെ കാണേണ്ട ഒരു കാര്യം, ബംഗാൾ കഴിഞ്ഞതിന് ശേഷവും ഇന്ത്യയും കേരളമൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പുതിയ കാലത്തിന്റെ പുതിയ വിഷയങ്ങളുണ്ട്. കാരണം ഈ ഹിന്ദുത്വ ഫാസിസം വളർന്നു വന്നപ്പോൾ തന്നെ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടേതായുള്ള ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഈ പാർട്ടിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും സത്യസന്ധമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ആ സംഘപരിവാർ അജണ്ടയിൽപ്പെട്ട ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ പാർട്ടി നിർബന്ധിതമാവുക. അതിൽ ഏറ്റവും വലുതാണ് സവർണ സംവരണം. ഒരു വലിയ കാര്യമാണ്. വല്ലാതെ ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങളെയും അതുകൊണ്ടുള്ള പ്രയോജനം അവർക്ക് കിട്ടിയതുമില്ല.
കിട്ടിയിട്ടില്ല. അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടിയില്ലെന്ന് മാത്രമല്ല, അതൊരു സാമുദായികമായ ചില ശക്തികളെ അല്ലെങ്കിൽ ചില സമുദായങ്ങളെയൊക്കെ തന്നെ കൂടെ നിർത്താൻ പറ്റുമെന്നുള്ള തെറ്റായ അല്ലെങ്കിൽ മിഥ്യാധാരണകളുടെ ഫലമായിട്ട് മാത്രമല്ല, കഴിഞ്ഞ കുറെ കാലമായിട്ടെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ എല്ലാ കാലത്തെയും അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് വളരെ പിന്നാക്ക ദളിത് സമുദായങ്ങളിൽപ്പെട്ട ആളുകളുടെ ആയിരുന്നു. അത് മാറിയിട്ട് കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ട് ഒരു വേറെ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. എന്നാൽ അതിൽ നിന്ന് വലിയ കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ള ഒരുപാട് കാലങ്ങളായിട്ട് തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എന്നിട്ട് പോലും അതിലൊരു വലിയ ഒരു ഒരു തിരിച്ചറിവ് ഉണ്ടാകാതെ പോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത് ഈ വിഷയത്തെ പഠിക്കാൻ പറ്റിയ ആളുകൾ ഇപ്പോൾ പാർട്ടിയിലില്ല. മാറി വരുന്ന കാലത്തിന്റെ പണ്ട് തന്നെ റാം മനോഹർ ലോഹിയയും അംബേദ്കറും ഒക്കെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ വർഗം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ വർഗമല്ല, പ്രത്യേകിച്ച് ദളിത്. ഇതൊക്കെ തന്നെ അതില് ലോഹിയയുടെ ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കാസ്റ്റ് ആണെന്നുള്ളത്. അത് പണ്ടത്തേതിനേക്കാൾ അധികം അവരുടെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന കാലമാണ്. ഏറ്റവും ഉദാഹരണത്തിൽ നമ്മൾ അടുത്ത ആ പയ്യന്റെ ആത്മഹത്യ ഉണ്ടല്ലോ, അതടക്കമല്ലേ. അതിൽ പോലും ഒരു നിലപാട് സ്വീകരിക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല, അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ CPI പിന്നെയും അതിന്റെ കൂടെ നിൽക്കുകയും അതിന്റെ പ്രക്ഷോഭം നടത്തുകയും വിനയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങുകയൊക്കെ ചെയ്ത ഒരു പ്രതിഷേധ സമ്മേളനമൊക്കെ നടത്തുകയും ചെയ്തു. പക്ഷെ CPIന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും കണ്ടില്ല എന്ന് മാത്രമല്ല, കുറച്ച് SFIക്കാരൊക്കെ ഇറങ്ങി അവിടെ ജാഥയൊക്കെ നടത്തിയെന്നുള്ളതല്ലാതെ അത് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതിനേക്കാളും വലിയൊരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ ഈ ജാതി ഇപ്പൊ ഏറ്റവും വലുതാ. പ്രത്യേകിച്ച് സംഘപരിവാറിന്റെ ഭരണത്തിൽ വൻതോതിൽ ന്യൂനപക്ഷങ്ങളും ദളിതരും അനുഭവിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ ഇന്ത്യ മൊത്തമുണ്ട്, കേരളത്തിലും ഉണ്ട്. ചില നരേറ്റീവുകൾ മുസ്ലിങ്ങളെയും ദളിതരെയും ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട ഒരു വിഭാഗമായിട്ട് പ്രചരിപ്പിക്കുക. അതിനോടൊന്നും പ്രതികരിക്കാൻ പറ്റാതെ പലപ്പോഴും ഈ പറഞ്ഞ സംഘപരിവാർ നരേറ്റീവിന്റെ കൂടെ ഇവർക്ക് വോട്ട് ബാങ്ക് താല്പര്യം കൊണ്ടായിരിക്കാൻ നിൽക്കേണ്ടി വന്നു. പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ മാതിരിയുള്ള ചില ആളുകൾ നടത്തുന്ന ഈ പറഞ്ഞ ന്യൂനപക്ഷ ഈ ദളിത് വിരുദ്ധ നരേറ്റീവിന്റെ കൂടെ നിൽക്കേണ്ടി വന്നു എന്നോ കാരണമുണ്ട്. അതെല്ലാം തിരിച്ചടിച്ചിട്ടുണ്ട്. അതായത് പുതിയ കാലത്തിന്റെ വർഗ വൈരുദ്ധ്യങ്ങളെ, ഞാൻ മാർക്സിസ്റ്റ് ഭാഷയിൽ തന്നെയാണ് പറയുന്നത്, പുതിയ കാലത്തിന്റെ വർഗ വൈരുദ്ധ്യങ്ങളെ, ഇന്ത്യ പ്രത്യേകിച്ചൊരു സ്ഥലമാണ്. പണ്ടത്തെ വ്യാവസായിക വിപ്ലവം നടന്ന യൂറോപ്പ് പോലെയല്ല ഇന്ത്യ. ഇന്ത്യയിലെ വർഗ വൈരുദ്ധ്യങ്ങളെ കൃത്യമായി കാണാനോ അപഗ്രഥിക്കാനോ അതിനനുസരിച്ചുള്ള അജണ്ടകൾ ഉണ്ടാക്കിയെടുക്കാനോ CPMന് പറ്റിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെയൊക്കെ ഫലമാണ് അനുഭവിക്കുന്നത്. എന്തായാലും ഇതൊരു ഒരു വലിയ തിരിച്ചറിവിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം തിരിച്ചറിവിലേക്ക് പോകാൻ പാർട്ടിയെയും അതിന്റെ പാർട്ടി അനുഭാവികളെയും കോർ ഏരിയയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെയും പ്രേരിപ്പിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ആർക്ക് പ്രയോജനം ഉണ്ടാവില്ല? സതീശന് പ്രയോജനം ഉണ്ടാവും, UDFന് പ്രയോജനം ഉണ്ടാവും, മറ്റുള്ളവർക്കെല്ലാം പ്രയോജനം ഉണ്ടാവും. പക്ഷെ പാർട്ടിക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം. പക്ഷെ അതിൽ വേറെ കാര്യമുണ്ട്. ഇതിന്റെ പ്രയോജനം ഉണ്ടാകുമെന്ന് സതീശന് മാത്രമല്ല, ഈ തകർച്ചയിൽ നിന്ന് മുതലെടുക്കുന്ന സംഘപരിവാറാണ്. അത് കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ രണ്ട് മുന്നണികളും ശോഷിച്ചാൽ അതിൽ നിന്നുള്ള ചോർച്ചകളെ മുതലെടുക്കുന്നത് സംഘപരിവാറാണ്. ഇപ്പൊ ബംഗാളിലെ റിസൾട്ട് കണ്ടില്ലേ? ഒരിക്കലും സംഘപരിവാറിന് കടന്നു ചെല്ലാൻ പറ്റാത്ത അവിടുത്തെ ഒരു റിസൾട്ട് ഉണ്ടായി. ഭാവിയിൽ അതും കേരളത്തിൽ സംഭവിക്കും. അത് തിരിച്ചറിഞ്ഞുള്ള പുതിയ അജണ്ടകൾ സെറ്റ് ചെയ്യാൻ LDFന് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ദുരന്തമായിരിക്കും കേരളത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്.